കുറച്ച് മാസങ്ങളായിട്ടോ ഈ ഒരു ബോട്ടിൽ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. സംഭവം സത്യം പറയുകയാണെങ്കിൽ ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെ കയ്യിൽ കിട്ടിയതാണിത്. എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുത്തു വെച്ചതാണ്. പക്ഷേ എനിക്ക് ഇപ്പോഴാണ് സമയമായത്. വേറെ ഒന്നല്ല, ഈ ഒരു ത്രെഡ് എൻ്റെ കയ്യിലില്ലാത്ത കാരണമാണ് ഞാൻ ഈ ബോട്ടിൽ ഇത്ര നാളായിട്ട് ഒന്നും ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ത്രെഡ് ഞാൻ മേടിച്ചിട്ട് കുറച്ച് നാളായിട്ടോ. നിങ്ങൾ ഒന്ന് രണ്ട് ക്രാഫ്റ്റിൽ കണ്ടു കാണും. ഇനി ഞാൻ ഈ ത്രെഡ് വെച്ചിട്ട് ഈ ക്രാഫ്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ ബോട്ടിലിൻ്റെ കാര്യം എൻ്റെ മക്കൾ തീരുമാനമാക്കി തരും. ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ത്രെഡ് ചുറ്റിയെടുക്കൽ അത്ര വലിയ സുഖമുള്ള പരിപാടിയല്ല കേട്ടോ. കുറച്ച് ക്ഷമ വേണം. അങ്ങനെ കുറച്ച് നേരം മെനക്കെട്ടിരുന്നതാ ഇതൊക്കെ ഞാൻ ചുറ്റിയെടുത്തു കേട്ടോ. ഫെവി ബോണ്ട് ഉപയോഗിച്ചിട്ടാട്ടോ ഞാൻ ഈ ത്രെഡ് മുഴുവൻ ഒട്ടിച്ചെടുത്തത്. ഈ ഫെവി ബോണ്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ത്രെഡിൽ ചെറിയൊരു യെല്ലോ ഷെയ്ഡ് അവിടെ ഇവിടെ കയറ്റി വരും. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് കാരണമാണ് ഞാൻ ഫെവി ബോണ്ട് ഉപയോഗിച്ചത്. അങ്ങനെ മൊത്തത്തിൽ ഇത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ തോന്നി കുറച്ചും കൂടി ഭംഗിയാക്കാൻ ചെറിയൊരു ലൈസൊക്കെ ഒട്ടിച്ചെടുക്കാമെന്ന്. അങ്ങനെ ലൈസൊക്കെ ഒട്ടിച്ചെടുത്തു കേട്ടോ. പിന്നെ കുറച്ച് പേൾ സ്റ്റിക്കർ ഇതുപോലെ അവിടെ ഇവിടെ കയറ്റൊന്നും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ബോട്ടിൽ പെൻ ഹോൾഡർ ആക്കാമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ ത്രെഡൊക്കെ ചുറ്റി പേൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വന്നപ്പോൾ നല്ല ഭംഗി. അപ്പോൾ എന്തിനാ വെറുതെ പാനിട്ട് നശിപ്പിക്കണമെന്ന് കരുതി. പിന്നെ ഒന്നും ചിന്തിക്കാൻ പോയില്ല. ഞാൻ കരുതി കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കാമെന്ന്. ഈ കളർ പേപ്പറാണ് ഈ മേടിച്ച് വെച്ചിട്ട് കുറേ നാളായി. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉപകരിക്കണ്ടേ. അപ്പോൾ ഞാൻ കരുതി ഫ്ലവേഴ്സ് തന്നെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഇതുപോലെ പേപ്പറൊക്കെ ഒന്ന് മടക്കി ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു കമ്പിയും ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ ഇത്തരത്തിലൊരു 5-8 ഫ്ലവേഴ്സ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറെ ഒന്നുമില്ല, നമ്മുടെ ഫ്ലവേഴ്സ് മുഴുവൻ നമ്മുടെ ബോട്ടിലേക്ക് വെച്ചെടുക്കാം. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.